ദ്രവരൂപത്തിലുള്ള മാലിന്യങ്ങൾ മൂത്രം വഴിയും ഖരരൂപത്തിലുള്ള മാലിന്യങ്ങൾ മലം വഴിയും ശരീരം പുറന്തള്ളുന്നു. അതിനാൽ മൂത്രം മലിന വിസർജ്യമാണ് എന്ന വാദത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. ലക്ഷക്കണക്കിന് വർഷത്തെ പരിണാമപരമായ അനുഭവത്തിലൂടെ സഹജ വിവേകമാർജിച്ച ശരീരം ഒരേ ആവശ്യത്തിന് രണ്ട് അവയവങ്ങൾക്ക് രൂപം നൽകുകയില്ല. ഖരവസ്തുക്കൾ വിസർജിക്കുന്ന വഴിയിലൂടെ ദ്രവവസ്തുവിനും പുറത്തു പോകാൻ കഴിയും. ദ്രവരൂപത്തിലും മലം പോകുന്നുണ്ടല്ലോ. അതിനാൽ ദ്രവരൂപത്തിലുള്ള മാലിന്യമാണ് മൂത്രത്തിലൂടെ പുറത്തു പോകുന്നത് എന്ന വാദത്തിൽ യുക്തിയില്ല. ഭ്രൂണ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഖരരൂപത്തിലും ദ്രവരൂപത്തിലുമുള്ള വേസ്റ്റുകൾ പുറത്തു പോയത് ഒരൊറ്റ വഴിയിലൂടെയായിരുന്നു. ക്ലോക്ക എന്നാണ് ആ വഴിയുടെ പേര്. വളർച്ചയുടെ മറ്റൊരു ഘട്ടത്തിലാണ് മലിനവസ്തുക്കൾ പുറത്തുവിടാൻ മലദ്വാരം രൂപം കൊള്ളുന്നത്. ഖരരൂപമായാലും ദ്രവരൂപമായാലും മലിനവസ്തുക്കൾക്ക് മലദ്വാരത്തിലൂടെ പുറത്തു പോകാൻ കഴിയും. സത്യത്തിൽ മൂത്രമുണ്ടായത് മുലപ്പാൽ ലഭിക്കുന്നതുവരെ ഗർഭസ്ഥ ശിശുവിന് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയാണെന്ന് ശരീരശാസ്ത്രം സൂക്ഷ്മമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. മൂത്രം ഗർഭസ്ഥ ശിശു കുടിക്കുന്നുണ്ട്. ശിശു അതിൽ കിടക്കുന്നുണ്ട്. അതുവഴി അതിൻ്റെ ചർമ്മം രോഗമുക്തവും മൃദുവുമാകുന്നുണ്ട്. ചർമ്മത്തിലൂടെ മൂത്രത്തിലെ പോഷകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. മൂക്കിലൂടെ മൂത്രം ഉൾപ്പെടുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ശ്വാസകോശങ്ങൾക്കകത്ത് എത്തിച്ചേരുന്നുണ്ട്. അതുപോലെ കണ്ണിലും ചെവിക്കകത്തും പ്രവേശിക്കുന്നുണ്ട്. ഇതൊക്കെ കാണിക്കുന്നത് മൂത്രം കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ പോഷകങ്ങളും പ്രതിരോധ ഘടകങ്ങളും നിറഞ്ഞ ഉത്തമദ്രവമാണ് എന്ന് തന്നെയാണ്. മൂത്രം ശുദ്ധമായി ദൈവം സൃഷ്ടിച്ചതല്ല എന്ന വാദത്തിന് മറുപടി പറയേണ്ടതില്ല. പരിണാമ പ്രക്രിയയുടെ ഭാഗം മാത്രമാണ് മൂത്രോൽപത്തി എന്ന് ശാസ്ത്രബോധമുള്ളവർക്ക് അറിയാം. മൂത്രം ഫിൽറ്റർ ചെയ്തിട്ടാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആകുന്നത് എന്ന വാദവും ശരിയല്ല. കിഡ്നികൾ വഴി ഫിൽറ്റർ ചെയ്യപ്പെട്ട രക്തമാണ് മൂത്രസഞ്ചിയിലെത്തുന്നത്. അവിടെ നിന്ന് നേരിട്ട് അമ്നിയോട്ടിക് സഞ്ചിയിലേക്ക് കുഞ്ഞു മൂത്രം ഒഴിക്കുകയാണ്. അവിടെ വീണ്ടും ഫിൽട്രേഷൻ നടക്കുന്നില്ല. പൊക്കിൾക്കൊടി വഴി വരുന്ന അമ്മയുടെ രക്തമാണ് പ്ലസൻ്റ വഴി ഫിൽറ്റർ ചെയ്യപ്പെടുന്നത്. അതാണ് ആദ്യഘട്ടത്തിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡായി മാറുന്നത്. അല്ലാതെ മൂത്രമല്ല ഫിൽറ്റർ ചെയ്യപ്പെടുന്നത്. കുഞ്ഞിന് മലദ്വാരം രൂപം കൊള്ളുന്നതിന് മുമ്പുള്ള ഘട്ടത്തിലാണ് കുഞ്ഞിൻ്റെ ശരീരത്തിലെ വേസ്റ്റ് പ്ലസൻ്റ വഴി തന്നെ പുറന്തള്ളപ്പെടുന്നത്. ഗർഭസ്ഥ ശിശു മൂത്രം കുടിക്കുന്നുണ്ടെന്ന് വെച്ച് നാം ജീവിതകാലം മുഴുവൻ മൂത്രം കുടിക്കേണ്ടതുണ്ടോ എന്നാണ് മറ്റൊരു ചോദ്യം. ഗർഭസ്ഥ ശിശുവിന് പോലും ഹാനികരമല്ലാത്തതും മറിച്ച് ഗുണകരവുമായ മൂത്രം കുടിക്കുന്നത് അപകടകരമാണെന്ന് അർത്ഥശൂന്യമായിട്ടുള്ള ഈ വാദത്തെ ഖണ്ഡിക്കുന്നതിന് വേണ്ടിയാണ് നാം ഇങ്ങനെ പറയുന്നത്. മൂത്രം കുടിക്കണോ എന്നത് അവനവൻ്റെ ചോയ്സാണ്. പ്രധാനമായത് മൂത്രത്തിന് ഔഷധ പോഷക ഗുണങ്ങളുണ്ട് എന്ന വസ്തുത ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. ഗുണകരമാണെങ്കിൽ ജീവിതകാലം മുഴുവൻ മൂത്രം കുടിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഈ ചോദ്യം ചോദ്യകർത്താവിൽ പ്രവർത്തിക്കുന്നത് ശാസ്ത്രബോധമല്ല, ധാർമ്മിക സദാചാര വിചാരങ്ങളാണ്. ശാസ്ത്രം വാസ്തവത്തിൽ അതിനെല്ലാം അതീതമാണ്. മൂത്രത്തിലുള്ള 3000-ലധികം ഘടകങ്ങളിൽ ഹോർമോണുകളും എൻസൈമുകളും ധാതുലവണങ്ങളും വിറ്റാമിനുകളും ആൻറ്റിബോഡികളും മൂലകോശങ്ങളും എല്ലാം അടങ്ങിയിരിക്കുന്നു. ഇവയെല്ലാം മാലിന്യമാണെന്ന് ശഠിക്കുന്നതും ശാസ്ത്രവിരുദ്ധമായ മനോഭാവത്തെയാണ് കാണിക്കുന്നത്. നന്ദി.